ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത്തപ്പഴം കൊണ്ടിട്ട് ഒരു ചായപ്പലഹാരമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഈ കളറിലൊക്കെ ഇരിക്കണ കാണുമ്പോൾ വെറുതെ തിന്നാൻ എല്ലാവർക്കും മടിയായിരിക്കും. അപ്പോൾ അതുപോലെ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 5 പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കശുവണ്ടി, ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ കശുവണ്ടി ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ കശുവണ്ടി വറുത്തെടുത്തിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന നേരത്ത് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്തിരിയും ഒന്ന് നന്നായിട്ട് വറുത്തൊക്കെ വരുമ്പോൾ അതും കൂടെ കോരി മാറ്റിയിട്ട് അതേ നെയ്യിൽ തന്നെ ഞാൻ ഈ പഴം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ നെയ്യൊക്കെ കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തേക്കാം. അപ്പോൾ പഴം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. പഴത്തിൻ്റെ എന്താ പറയുക, എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞതായതുപോലെ നന്നായിട്ട് വാടി കിട്ടുമ്പോൾ പഴവും ഒന്ന് ഇതിൽ നിന്ന് മാറ്റിയേക്കാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. ഇനി നമ്മളിതിലേക്ക് 2 മുട്ട ചേർക്കുന്നുണ്ട്. കോഴിമുട്ട, ഒരല്പം ഉപ്പിട്ട് പേരിന് മാത്രം കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നെയ്യ്, ഇപ്പോൾ പഴമൊക്കെ വാട്ടി കഴിയുമ്പോൾ നെയ്യൊക്കെ തീർന്ന് പോയിട്ടുണ്ടാവും. കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് ആ മുട്ട ഒന്ന് നെയ്യിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ചിക്കന പോലെ നമ്മൾ എടുക്കില്ലേ, അതുപോലെ നന്നായിട്ട് ചൂടാക്കിയിട്ട് തന്നെ ആ ഒരു ഇതിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നേരിട്ട് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മിക്സിയിലൊന്ന് ഒതുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു കഴിയുമ്പോൾ മുട്ടയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കേണ്ട. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുക. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇനി വളരെ സിമ്പിളാണ്, നമ്മൾ നേരത്തെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കശുവണ്ടിയും മുന്തിരിയും അതുപോലെ തന്നെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതും ഒന്ന് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പഴം വാട്ടിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിന്ന് ഞാൻ എപ്പോഴും പറയുമ്പോൾ എല്ലാം ഒന്നും ഈസി ആയിരിക്കില്ല അല്ലേ, കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചായപ്പലഹാരമാണ്. ബാക്കി പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പഴമൊക്കെ നന്നായിട്ട് പഴുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.